ഹായ്. കർമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല അല്ലേ? അത് സത്യമാണോ? പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കർമ്മ എന്ന് പറഞ്ഞിട്ടുള്ളത് സത്യമാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് കാരണം കുറേ ഉണ്ട്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എത്ര നല്ല ചെയ്തിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും. അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് വെറുതെ പറയണതാണ്. അതായത് നമുക്ക് കുറച്ച് നാൾ മുൻപ് വരെ കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതൊന്നും നടക്കാൻ പോണില്ല. വെറുതെ ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളാണെന്നൊക്കെ. പക്ഷേ സത്യത്തിൽ ഒരിക്കലും കർമ്മ എന്ന് പറയണത് അങ്ങനെയുള്ളൊരു കാര്യമല്ല. അത് റിയലാണ്. കാരണം നിങ്ങൾ നന്മ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ മുൻപ് തീർച്ചയായിട്ടും നിങ്ങളുടെ മുൻപോട്ടുള്ള ലൈഫ് നന്മ നിറഞ്ഞത് തന്നെ ആയിരിക്കും. അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും വരുന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നെഗറ്റീവ്സും. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മറ്റൊരാളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് അതിൻ്റെ ഫലം നമ്മൾ ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കുന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്താണെന്നറിയോ? അത് അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ആരെയാണോ ദ്രോഹിച്ചിട്ടുള്ളത് അവർ നമ്മൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിലും നമ്മളോ നമുക്കൊരിക്കലും തിരിച്ചു വരാൻ കഴിയാത്തത്ര താഴ്ചയിലേക്കും മുങ്ങി താന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. ഇത് റിയൽ ലൈഫിൽ പലർക്കും എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ് കർമ്മയിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഇതിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കിത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ ആ ഒരു ശക്തിക്ക് അത് കാണാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നെഗറ്റീവ്സും. അപ്പോൾ നമ്മളെല്ലാവരും എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും മറ്റൊരാളത് ദ്രോഹിക്കുന്നുണ്ടോ, ഒരാളെ വിഷമിപ്പിക്കുന്നുണ്ടോ എന്നുള്ള ചിന്തിക്കുക. അതുപോലെ തന്നെ ഒരാൾക്കെങ്കിലും ഒരു നന്മ ചെയ്യാനായിട്ട് ഒരു ദിവസത്തെ നമ്മൾ ഒരു ടൈം, ഒരു ചെറിയ ടൈമെങ്കിലും യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.